ചർച്ചിൽ പോകുന്ന ഒരു ഫെലോഷിപ്പിന് വേണ്ടിയിട്ടാണ്. ഇതാ നമ്മളിപ്പോൾ ഒരു നല്ലൊരു ഫെലോഷിപ്പ്. ഞാൻ പറയണം, ഞാൻ ചർച്ചിൽ പോകണം. ഐ എം തിങ്കിങ് ഞാൻ ചർച്ചിൽ പോയിട്ട് ഏകദേശം ഒരു 2-3 years ആവുന്നുണ്ട്. ലൈക്ക് ഞാൻ ചർച്ചിൽ പോയിട്ട് ഞാൻ ഇതിലേക്ക് വർഷിപ്പ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഹോം പ്രെയറിനും പോകുന്നുണ്ട്. ലൈക്ക് ഞാൻ എന്നെ ചോദിച്ചാൽ ഞാനൊരു വർഷിപ്പ് ഗേളാണ്. ലൈക്ക് ചിലവർ എൻ്റെ ടീച്ചറാണ് എൻ്റെ സ്കൂളിൽ. ഞാൻ പബ്ലിക് എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പം ലൈക്ക് ഞാൻ വന്നിട്ട് സ്കൂളിൽ ലൈക്ക് കണ്ണ് പറഞ്ഞിട്ട് ബിക്കോസ് ഇപ്പം നമ്മൾ സ്കൂളിലാണ് എന്നെങ്കിൽ ഞാൻ പറയാണ് എന്നെ വന്നിട്ട് ഐ തിങ്ക് ഞാൻ രാജസ്ഥാനിലായിരുന്നു. ഞാൻ 9th പഠിക്കുമ്പോഴാണ് ഇവിടെ വന്നത്. അപ്പം ഞങ്ങൾ ഡൊണേഷൻ കൊടുത്താണ് പഠിച്ചത്. ബിക്കോസ് ഹോഫിൽ വന്നാണ് ഡൊണേഷൻ വേണമെന്ന് ചോദിച്ചാൽ ഓക്കെ എന്ന് പറഞ്ഞ് ഡൊണേഷൻ കൊടുത്ത് പഠിച്ചുകൊണ്ട് ലൈക്ക് ഞാൻ അവിടെ കണ്ണ് വരഞ്ഞിട്ട് പോയാലും ശരി, ഇനി ഞാൻ എങ്ങനെ പോയാലും എന്നെ അവരൊന്നും പറയത്തില്ല. ഞാൻ ഇട്ടപ്പോൾ ഒരു പബ്ലിക് എക്സാം ഞാൻ എക്സാം ചെയ്തിട്ടിരുന്നപ്പം ഒരു മാമാണ്, അവർ ബെൻഡിക്കോസ്റ്റാണ്. ലൈക്ക് ഒരുപടി ഒന്നും ഇട്ടിട്ടില്ല. വന്ന് എന്നോട് ചോദിച്ച് പേരെന്തുവാണ്. അപ്പം ഞാൻ പറഞ്ഞ് ഗോപിയ കൃഷ്ണൻ എന്ന് പറഞ്ഞപ്പോൾ ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ക്രിസ്ത്യനാണ്. ഏതാണ്? ബെൻഡിക്കോസ്റ്റ്. അപ്പോൾ കമ്മലിട്ടിരിക്കുന്ന അച്ഛൻ എന്തോയാണ്? ലൈക്ക് ഞാൻ പറഞ്ഞ അച്ഛൻ പാസ്റ്ററാണ്. ഓ മൈ ഗോഡ്, അവരെടുത്ത വാക്കിൽ പറഞ്ഞത് ഓ മൈ ഗോഡ്, ഒരു പാസ്റ്ററിന്റെ മോളാണ്, അത് ബെൻഡിക്കോസ്റ്റാണ്, കണ്ണ് വരഞ്ഞിട്ടുണ്ട്, കയ്യിൽ വള ഇട്ടിട്ടുണ്ട്, ബ്രേസ്ലെറ്റ് ഇട്ടിട്ടുണ്ട്, മോതിരം ഇത്ര മോതിരം ഇട്ടിട്ടുണ്ട്, മാല ഇട്ടിട്ടുണ്ട്. പപ്പ ഒന്നും പറയത്തില്ലേ? ഒരു പാസ്റ്ററിന്റെ മോളല്ലേ? ഞാൻ പറഞ്ഞു ഞാൻ വർഷിപ്പ് ഗേൾ. ഞാൻ മാമിൻ്റെ അടുത്ത് ചോദിച്ചത് മാം ഏത് വചനത്തിലാണ്, ഇങ്ങനെയാണ് തമിഴാണല്ലോ, ഏത് വചനത്തിലാണ് ദൈവം ഇതൊക്കെ ഇടല്ലേ എന്നൊന്ന് പറഞ്ഞിട്ടുള്ളത്? എൻ്റെ പപ്പ ഒന്നും പറയത്തില്ല. എൻ്റെ പപ്പ അങ്ങനെ വളർത്തിയിട്ടും ഇല്ല. ലൈക്ക് എന്ന് പറഞ്ഞപ്പോൾ അയ്യോ അത് അവർ പറഞ്ഞത് പെരിയ തപ്പ്, നീ നരകத்துக்கு தான் போவே, லைக் நீ நரகத்துக்கு தான் போவே, நீ நரகத்துக்கு தான் போவே, லைக் இப்படியெல்லாம் போடக்கூடாது. ഓ ഇറ്റ്സ് ഓക്കെ മാം, ഞാൻ അങ്ങനെ നോക്കുന്നില്ല, ലൈക്ക് ദൈവം എൻ്റെ മനസ്സിനെയാണ് നോക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ പോയി. പിന്നെ അവർ വന്ന് എന്നെ നോട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ അങ്ങനെ തന്നെ പോകും. ലൈക്ക് ഞാൻ അപ്പം പപ്പയോടൊന്ന് ചോദിച്ച കാര്യമാണ്. അപ്പ പറഞ്ഞ് അപ്പം അങ്കിള് പറഞ്ഞ അതേ വചനം തന്നെയാണ് പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞത്. നമ്മളെ ഉള്ളിനെയാണ് ദൈവം നോക്കുന്നത്, നമ്മളെ ശരീരമാണ് ദൈവം. ലൈക്ക് നീ എന്താണ് എന്നാണ് ദൈവം നോക്കുന്നില്ല. ലൈക്ക് അപ്പം ഞാൻ മാം എന്നോട് ഒന്ന് ചോദിച്ചു പറഞ്ഞു, മാം അങ്ങനെയല്ല, ലൈക്ക് എൻ്റെ ഇതിനാണ് ഞാൻ എന്ന്. അവരത് അഗ്രി ചെയ്തോന്ന് ചോദിച്ചാൽ ഇല്ല, അവരുടെ വിശ്വാസത്തിലാണ് ഇന്നും അവർ ഉറപ്പിച്ച് നിൽക്കുന്നത്. സോ അതുകൊണ്ട് ഞാൻ ചില ആൾക്കാരെ കണ്ണു തുറക്കാൻ നമുക്ക് പറ്റത്തില്ല. ഓക്കെ, സോ നമുക്ക് കണ്ണ് തുറന്നിരിക്കുന്നവരിലേക്ക് ഇങ്ങനെ ചില വെളിച്ചങ്ങൾ കൊടുക്കാം, അവരെങ്കിലും കാണട്ടെ, മനസ്സിലാക്കട്ടെ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് കാണുമ്പോൾ അടുത്ത വീഡിയോ ചെയ്യാം, അടുത്ത ടോപ്പിക്ക് സംസാരിക്കാം തീർച്ചയായിട്ടും. സോ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നവരെ ആൾക്കാർ അത് കിട്ടുന്ന കാര്യങ്ങളെല്ലാം മേടിച്ചോണം. കുഴപ്പമില്ല അങ്ങനെ. ബിക്കോസ് ഞാൻ എൻ്റെ ഇതിൽ എനിക്ക് 22 വയസ്സാവുന്നു. ഈ 22 yearsൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളത് വെച്ചാണ് ഞാൻ എൻ്റെ അങ്കിളിൻ്റെ എക്സ്പീരിയൻസ് അല്ല എൻ്റെ എക്സ്പീരിയൻസ്. അങ്കിളിന് എത്ര വയസ്സാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ ഓക്കെ, അങ്കിളിൻ്റെ വയസ്സ് അങ്കിളിൻ്റെ വിശ്വാസം അങ്കിളിനെ രക്ഷിക്കട്ടെ കേട്ടോ. 33 വയസ്സാണെങ്കിൽ ഓക്കെ. നമ്മളുടെ ഏജ്, നമ്മൾ വയസ്സാണെന്ന് തോന്നുന്നു നമ്മൾ കുഞ്ഞു പിള്ളേരാണ് മാറിക്കൊണ്ടിരിക്കും. എന്തിനാ 33 ആക്കണം? അങ്കിളിന് 18 വയസ്സായിക്കോട്ടെ, 18. ഓക്കെ, അങ്കിൾ ഇപ്പോൾ ഒരു 40-45, ഒരു 50, ഒരു 50 വയസ്സ്. അപ്പം അങ്കിളിന് ഈ 50 years ഓഫ് എക്സ്പീരിയൻസ് നിറയെ ഒത്തിരി ഇരിക്കും. 22, എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ ഇത്. സോ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറഞ്ഞതാണ്. അങ്കിളിൻ്റെ എക്സ്പീരിയൻസ് ഒരുപാട് കാണാം, ബട്ട് അങ്കിൾ എക്സ്പീരിയൻസ് ചെയ്തതെല്ലാം ഞാൻ ചെയ്തിരിക്കും. ഞാൻ പറയാൻ പോയാൽ ഒത്തിരി പറയാം. എൻ്റെ ലൈഫിൽ നടന്ന ഇൻസിഡൻറ്റ് ഐ ആം തിങ്കിങ് എനിക്ക് ഒരു വിവരം ഒരു 3-4 years, 4 വയസ്സ് മുതൽ തൊട്ട് 22 വയസ്സ് വരെ നടന്നിട്ടുള്ള മൊത്തം എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഒരു എൻസൈക്ലോപീഡിയ ഉണ്ടാക്കാം. എൻ്റെ ലൈഫിനെ ഒരു മൂവിയായിട്ട് അങ്ങനെ ഉണ്ടാക്കാം. എപ്പിസോഡ്സ് ലൈക്ക് സീരിയൽ. ഇപ്പൊ എല്ലാവരും സീരിയലാണല്ലോ, നമുക്ക് സീരിയലായിട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ എടുത്താൽ കൂടെ
എടുക്കാം, അത്ര ഉണ്ട്. സോ അത് വെച്ച് ഇത് വെച്ചിട്ട് പീപ്പിൾ ഒരു ബാഡ് കമാൻഡ് വന്നാലും ഐ ടേക്ക് പോസിറ്റീവ്, കുഴപ്പമില്ല. മേ ബി എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഇത് വിശ്വസിക്കുമ്പോ റീതിങ്ക് ചെയ്യുക. അതുകൊണ്ട് ഞാനൊരു തെറ്റായിട്ടൊരു കാര്യം പറഞ്ഞിട്ടില്ല, ലൈക്ക് ഒരു തെറ്റായിട്ട് ഒരു എന്താ പറയുക ഒരു ബാഡ് വേർഡ് ചൂസ് ചെയ്തിട്ടില്ല, ഒരു ബാഡായിട്ട് ഒന്നുമേ നമ്മൾ ഇങ്ങനെ ഒരു അഷ്വറൻസ് നമ്മൾ പറയുന്ന കാര്യം ഫോളോ ചെയ്താൽ ഒരു വ്യക്തി നശിക്കത്തില്ല എന്നുള്ള അഷ്വറൻസ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് സോ എത്ര അടിച്ചാലും ശരി, എന്ത് ചെയ്താലും മീനു സ്ട്രോങ്, ഒരു മല പോലെ എങ്ങനെ നമ്മൾ അങ്ങോട്ട് ബ്ലെസ്സിംഗേ കൊടുക്കത്തുള്ളൂ, കൊടുക്കത്തില്ല. എന്ത് വേണമെങ്കിലും പറഞ്ഞോളാം. സോ അങ്ങനെ ആയിരിക്കട്ടെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് ബ്ലെസ് ചെയ്യാം.